നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് യൂണിയൻ ബാങ്കിലെ അപ്രൈസർ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങളുമായി മുങ്ങി. പണം തട്ടിയെടുത്തത് ഇടപാടുകാരെ മറയാക്കി. ബ്ലോക്ക് പഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസിംഗ് സംസ്ഥാനത്ത് നിലവിൽ വന്നു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം 24-ന് ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഹോസ്റ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പച്ചക്കറി വിത്ത് വൈൻഡിംഗ് മെഷീനിലൂടെ വിത്തുകളെത്തുന്നത് പുല്ലൂർ സ്റ്റേറ്റ് സിവിൽ ഫാമിൽ നിന്ന്. സംയുക്ത മുസ്ലിം ജമാഅത്ത് നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്ര മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് യൂണിയൻ ബാങ്കിൽ മുക്കുപണ്ട തട്ടിപ്പ്. ഇടപാടുകാരെ പറ്റിച്ച് അപ്രൈസർ തട്ടിയെടുത്തത് ലക്ഷങ്ങൾ. കാഞ്ഞങ്ങാട് യൂണിയൻ ബാങ്ക് ശാഖയിൽ മുക്കുപണ്ട തട്ടിപ്പ്. പണയിടപാടിനായി ബാങ്കിലെത്തിയ ആളുകളോട് സൗഹൃദം നടിച്ച് ബാങ്കിലെ അപ്രൈസറാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. ബാങ്കിലെ അപ്രൈസറും കൊവ്വൽപ്പള്ളി സ്വദേശിയുമായ KV ഷാബുവാണ് തട്ടിപ്പ് നടത്തിയത്. 5 വർഷമായി യൂണിയൻ ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖയിൽ അപ്രൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷാബു. മുക്കുപണ്ട തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് പുറത്തു വന്നതോടെ ഇയാൾ നാടകീയമായി മുങ്ങുകയായിരുന്നു. ഷാബുവിനെതിരെ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്കിൽ ഇടപാടിനെത്തുന്ന ആളുകളുമായി സൗഹൃദം നടിച്ചാണ് ഷാബു ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. താൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ തനിക്ക് സ്വർണം പണയം വെക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാണ് എല്ലാവരെയും മുക്കുപണ്ടം നൽകി ചതിയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഇയാൾ നാടകീയമായി മുങ്ങിയതോടെയാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഷാബുവിനെ കണ്ടെത്താൻ ഹോസ്റ്റൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ബ്ലോക്ക് പഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസ് സംവിധാനം നിലവിൽ വന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി KT ജലീൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ഇനി മുതൽ അതത് ജില്ലകളിൽ ഇരുന്ന് തന്നെ സംസ്ഥാനതല യോഗങ്ങളിൽ ഹാജരാകാം. ബ്ലോക്ക് പഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസ് സംവിധാനം നിലവിൽ വന്നതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നിവേദനങ്ങളുമായി ജനപ്രതിനിധികൾക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട കാര്യം ഇല്ല. ഇതിനു പകരം സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ വെർച്വൽ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് തിരുവനന്തപുരവുമായി ബന്ധപ്പെടാം. ജനപ്രതിനിധികളുടെ യോഗങ്ങൾ മന്ത്രി വിളിച്ചു ചേർക്കുമ്പോൾ ഈ ക്ലാസ് റൂമിലിരുന്ന് അതത് ജില്ലകളിലെ അംഗങ്ങൾക്ക് പങ്കാളികളാകാം. ഗ്രാമങ്ങളിലെ വികസന പ്രശ്നങ്ങളും മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ നേരിട്ട് എത്തിക്കാനും ഇതുവഴി കഴിയും. പൊതുജനങ്ങൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ കഴിയും. 7 കോടി രൂപ ചെലവിലാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. ഒരു ജില്ലയിൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് വെർച്വൽ സംവിധാനം നടപ്പിലാക്കിയത്. ഒരു ബ്ലോക്കിൽ സംവിധാനം ഒരുക്കാൻ 15 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. 4 റിസോഴ്സ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 32 വെർച്വൽ ക്ലാസ് മുറികളിലാണ് സംസ്ഥാനത്ത് ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് വീഡിയോ കോൺഫറൻസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 24-ന് ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാനും മുൻ MLA-യുമായ M നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ AC പത്മനാഭൻ, B വസന്തശേണായി, പെരിഗമന ഈശ്വരൻ നമ്പൂതിരി, ആർട്ടിസ്റ്റ് രാഘവൻ മാസ്റ്റർ, P മുരളീധരൻ മാസ്റ്റർ, ചന്ദ്രാലയം നാരായണൻ എന്നീ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിക്കും. കാസർഗോഡ് ADM K അംബുജാക്ഷൻ, MK നാരായണൻ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മടിക്കൈ കമ്മാരൻ, മെട്രോ മുഹമ്മദ് ഹാജി, V കമ്മാരൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേരും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി S അനീഫ റാവുത്തർ ഉദ്ഘാടനം ചെയ്യും.
വാർത്താ സമ്മേളനത്തിൽ എം നാരായണൻ, കെ കർത്തമ്പു, സി കെ നായർ, ബാലൻ കൂളിയങ്കാൽ, തമ്പാൻ മേലത്ത്, രാധാകൃഷ്ണൻ നായർ, എ ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. പച്ചക്കറി വിത്ത് വൈൻഡിംഗ് മെഷീന്റെ ഉദ്ഘാടനം ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുന്ന സംരംഭത്തിനാണ് കാഞ്ഞങ്ങാട്ട് തുടക്കമായത്. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പച്ചക്കറി വിത്ത് വൈൻഡിംഗ് മെഷീന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എം നാരായണൻ, ഡോക്ടർ VPP മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, കാഞ്ഞങ്ങാട് RDO ഡോക്ടർ PK ജയശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോട്ടച്ചേരി കുന്നുമൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. അയ്യപ്പ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വൻ ജനാവലി സാക്ഷിയായി. രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന കോട്ടച്ചേരി കുന്നുമൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിൽ സംബന്ധിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. ഹോസ്ദുർഗ് പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച അയ്യപ്പ വിഗ്രഹം എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്ര കുന്നുമൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ, ചെണ്ടമേളം, താലപ്പൊലി, മയിലാട്ടം, വിവിധ വേഷങ്ങൾ, വൈദ്യുത ദീപാലങ്കാരം എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. രാത്രി വിൽക്കലാമേളയോടെ മഹോത്സവം സമാപിച്ചു. സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ നടന്ന പരിപാടിയിൽ മുസ്തഫ ഖുദവിയാക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സംയുക്ത ഗാസി ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ കുട്ടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രസംഗമാവുന്ന ഈ പുണ്യമായ ഇബാദത്ത്, നബിന്റെ മദ്ഹ് പ്രസംഗം എന്ന് പറഞ്ഞത് നബിനെ പറ്റിയുള്ള മദ്ഹുകൾ, അത് ദിക്റുകളാണ്. ആ ദിക്റ് കൊണ്ടിട്ട് ആ ദിവസത്തിന് എന്താക്കാണ്, ധന്യമാക്കാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിക്കുകയും ആ ദിവസങ്ങളെ പ്രത്യേകമായും കൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കൽപ്പിക്കുകയും ചെയ്തു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ചെയർമാൻ പാലക്കി കുഞ്ഞാമത് ഹാജി, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി M സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ധർണാ സമരം നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി M സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ഒരു ജീവനക്കാരന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അവന്റെ ജോലിയിൽ അവന് കിട്ടുന്ന ഒരു ആശ്വാസവും അല്ലെങ്കിൽ അവന്റെ ഡിഗ്നിറ്റി വർദ്ധിക്കുകയും അല്ല അവന്റെ വേതനത്തിലെ വർധനവും ഒക്കെയാണ്. കൂടാതെ അധികാരവും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ സംബന്ധിച്ച് കേവലം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 5:3:2 എന്ന അനുപാതത്തിലുള്ള പ്രൊമോഷനുകൾ മാത്രമാണ്. അത് തന്നെ കൃത്യമായി നൽകാതെ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഭാസ്കരൻ നൂരാളി അധ്യക്ഷത വഹിച്ചു. സർക്കാർ സബ്സിഡി നിരക്കിലുള്ള കാലിത്തീറ്റ വിതരണം കാര്യക്ഷമമാക്കണമെന്നും മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ പാരമ്പര്യ രീതിയിൽ പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം.
മോഹനൻ മൂലക്കോത്ത്, KC സത്യനാരായണൻ, C വിനോദ് കുമാർ, MV ദയാനന്ദൻ, MV മുരളീധരൻ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന അജാനൂർ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റിന് തുടക്കമായി. മീറ്റിന് മുന്നോടിയായി നടന്ന മാർച്ച് പാസ്റ്റ് ഏറെ ശ്രദ്ധേയമായി. ഹോസ്തൃക് CI CK സുനിൽകുമാർ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ PK അബ്ദുള്ള കുഞ്ഞി പതാക ഉയർത്തി. CI CK സുനിൽകുമാർ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരു സങ്കീർണമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് അധിവസിക്കുന്നത്. മിടുക്കന്മാർക്ക് പോലും സാധ്യതയില്ലാത്ത, മിടുമിടുക്കന്മാർക്ക് മാത്രം സാധ്യതയില്ല ഒരു ലോകത്ത്, മത്സരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നേറാൻ വളരെ ദുർഘടമായ പാതകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷേ നിങ്ങളെ നയിക്കാൻ ഇവിടെ സന്നിധരായിരിക്കുന്ന നിങ്ങളുടെ ടീച്ചേഴ്സും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതിന് പ്രാപ്തരാണ് എന്ന് ഇവിടെ എത്തിയതിനു ശേഷം എനിക്ക് മനസ്സിലായി. ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ MBM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ ഫാത്തിമത്ത് ഫമീദ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. പ്രിൻസിപ്പൽ ഷൈജ നായർ സ്വാഗതവും PTA പ്രസിഡന്റ് PP കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുകിട കരിങ്കല്ല് നിർമ്മാണ മേഖല സംരക്ഷിക്കുക, കരിങ്കല്ല് നിർമ്മാണത്തിന് ബാധകമാകുന്ന നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ക്വാറി ആൻഡ് ക്രഷേഴ്സ് കോർഡിനേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും തുടങ്ങിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള വൻകിട വീടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. പരിസ്ഥിതിയെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ആവശ്യമാണ്. പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, എടുക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. എന്നാൽ എല്ലാത്തിനും പരിസ്ഥിതി, വെള്ളത്തിന് പരിസ്ഥിതി, റോഡിന് പരിസ്ഥിതി, എല്ലാത്തിനും പരിസ്ഥിതി വാദവുമായി നടക്കുന്ന ആൾക്കാരോട് നമുക്ക് യോജിപ്പില്ല. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷിക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട്, എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ കോടതിയെല്ലാം വ്യക്തമാക്കിയത്. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായിട്ടൊരു വിധിയല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഇവിടെ കോറ ഉടമസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ പരിസ്ഥിതിക്ക് തകരാറില്ലാത്ത രീതിയിൽ ഈ കോറകൾ നടത്താൻ ആവശ്യമായുള്ള നിയമം വേണമെങ്കിൽ നിയമമുണ്ടാക്കണം, അതിനാവശ്യമായിട്ടുള്ള നടപടി വേണമെന്നുള്ളതാണ്. കോർഡിനേഷൻ ജില്ലാ പ്രസിഡന്റ് BM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി, T കൃഷ്ണൻ, PK രാജൻ, ഹനീഫ നെല്ലിക്കുന്ന്, MC പ്രഭാകരൻ, ഫറൂഖ് ഖാസ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരിക്കലും കലാവിരുന്നും സംഘടിപ്പിക്കും. അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976 പ്രഥമ ബാച്ച് മുതൽ ചട്ടഞ്ചാൽ സ്കൂളിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയവർ വീണ്ടും ഒത്തുകൂടുകയാണ്. ഡിസംബർ 23 വൈകുന്നേരം വിളംബര ഘോഷയാത്രയുടെ പരിപാടിക്ക് ഔപചാരികമായ തുടക്കം കുറിക്കും. ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976 ആരംഭിച്ച ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ അക്ഷരമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 76 മുതൽ 2000 വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. ഈ കാലയളവിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പോസ്റ്റലായി ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും വിപുലമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രശസ്ത സിനിമാ താരം ബിജുക്കുട്ടൻ മുഖ്യാതിഥിയായിരിക്കും.
മുഹമ്മദ് ഇക്ബാൽ പട്ടുവത്തിൽ അധ്യക്ഷത വഹിക്കും. സ്കൂളിലെ പ്രഥമ അധ്യാപകർ ആയിരുന്ന രാധാകൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ള ആദ്യകാല അധ്യാപകരെ കെ കുഞ്ഞിരാമൻ MLA ആദരിക്കും. പരിപാടിയിൽ ചെമ്പരത്തി പ്രസാദനം പ്രസിദ്ധീകരിച്ച ഉണ്ണികൃഷ്ണൻ അണിഞ്ഞയുടെ കവിതാ സമാഹാരം സഹപാഠി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്യും. പരിപാടിയിൽ അനുസ്മരണവും കലാവിരുന്നും സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ഇക്ബാൽ പട്ടുവത്തിൽ, ഹാരിസ് ബണ്ടിച്ചാൽ, അബ്ദുൽ ഖാദർ തെക്കിൽ, ജയകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. കയ്യൂർ സർവീസ് സഹകരണ ബാങ്കിൽ സഹകാരി സംഗമം സംഘടിപ്പിച്ചു. ബാങ്ക് അംഗങ്ങളോടൊപ്പം ഇടപാടുകാരും പങ്കെടുത്തു. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സഹകാരി സംഗമം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്തത്തിന്റെയും സംഭാവനയുടെയും ഇടപെടലിന്റെയും ഭാഗമായിട്ടാണ് നമുക്ക് ഈ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നിക്ഷേപം വർദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വായ്പ കൊടുക്കാൻ കഴിയും. 2011 നമ്മുടെ വായ്പ 4,32,00,000 2016 നമുക്ക് ഈ ജനറൽ ബോഡി യോഗം നടക്കുന്ന ഘട്ടത്തിൽ വായ്പ 12,61,00,000 നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. വായ്പക്ക് വന്ന ആളുകളിൽ നിന്ന് അർഹതപ്പെട്ട വായ്പദായകരല്ലേ നമ്മൾ ഒരിക്കലും മടക്കാറില്ല. പരമാവധി വായ്പ നൽകുന്നതിനുള്ള എല്ലാ ശ്രമവും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ബാങ്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നം കുടിശ്ശികയാണ്. എടുക്കാനുള്ള താല്പര്യം അടക്കാനുള്ളതിൽ ഉണ്ടാകാറില്ല. നമുക്ക് സ്വാഭാവികമാണ്, ആവശ്യത്തിനാണ് പൈസ വായ്പ എടുക്കുന്നത്, പക്ഷെ അത് തിരിച്ചടക്കാൻ നമുക്ക് പല പ്രയാസങ്ങളുണ്ട്. അപ്പോൾ വായ്പ തിരിച്ചടവിന് വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമുക്ക് പരിഭവം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു സാമ്പത്തിക സ്ഥാപനം എന്നുള്ള നിലക്ക് കൃത്യമായി തിരിച്ചടപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള ബാങ്ക് അതിന്റെ സ്ഥാപനം മുന്നോട്ട് പോകും. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് അംഗം വി. കുഞ്ഞികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് സെക്രട്ടറി പി. പവിത്രൻ സ്വാഗതം പറഞ്ഞു. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് പൊരുതുന്നവർക്ക് നിത്യപ്രചോദനമായ വിപ്ലവ സൂര്യനായിരുന്നു ഫിദൽ കാസ്ട്രോ എന്ന് അനുസ്മരണ ചടങ്ങിൽ ഓർമ്മപ്പെടുത്തി. മാണിയാട്ടെ വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വായനശാല പ്രസിഡന്റ് ടി. വി. നന്ദകുമാറിന്റെ അധ്യക്ഷതയിലാണ് ഫിദൽ കാസ്ട്രോ അനുസ്മരണം നടന്നത്. ചെറുകാട് അവാർഡ് നേതാവ് കരിവള്ളൂർ മുരളിക്ക് വിജ്ഞാനദായിനി വായനശാലയുടെ ഉപഹാരം MV കോമൻ നമ്പ്യാർ സമ്മാനിച്ചു. കരിവള്ളൂർ മുരളി കാസ്ട്രോ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫിഡൽ കാസ്ട്രോവിന്റെയും ചെഗുവേരയുടെയും നേതൃത്വത്തിൽ മെക്സിക്കോയിലെ മരിയ ആന്റോണിയോയുടെ വീട്ടിൽ നിന്ന് തൂക്സ്പാൻ തീരം വഴി യാത്ര ആരംഭിക്കുന്നത്. ഡിസംബർ 2-ാം തീയതിയാണ് അവർ ക്യൂബൻ തുറമുഖത്ത് അടുക്കുന്നത്. കൃത്യം അതേ ദിവസമാണ് 90-ാമത്തെ വയസ്സിൽ ഫിഡൽ കാസ്ട്രോ ക്യൂബൻ വിമോചന പോരാട്ടത്തിന്റെ ഗ്രാൻഡ്മ യാത്ര ആരംഭിക്കുന്ന ദിവസം. ലോകത്തിന്റെ ചരിത്രത്തിൽ കാസ്ട്രോക്ക് സമാനനായി ആരുമില്ല. വായനശാല സെക്രട്ടറി സി. പ്രദീപൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് M. അശോകൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് യൂണിയൻ ബാങ്കിലെ അപ്രൈസർ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങളുമായി മുങ്ങി. പണം തട്ടിയെടുത്തത് ഇടപാടുകാരെ മറയാക്കി. ബ്ലോക്ക് പഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന വീഡിയോ കോൺഫറൻസിംഗ് സംസ്ഥാനത്ത് നിലവിൽ വന്നു. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം 24-ന് ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഹോസ്റ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പച്ചക്കറി വിത്ത് വൈൻഡിംഗ് മെഷീനിലൂടെ. വിത്തുകളെത്തുന്നത് പുല്ലൂർ സ്റ്റേറ്റ് സിവിൽ ഫാമിൽ നിന്ന്. സംയുക്ത മുസ്ലിം ജമാഅത്ത് നബിദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്ര മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.